ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫാബുലസ് ലൈഫ്. ലാസ്റ്റ് വീഡിയോക്ക് നിങ്ങളിട്ട കമൻറ്റുകൾ, നിങ്ങളുടെ റെസ്പോൺസ് കണ്ടിട്ട് ഒരുപാട് സന്തോഷമായി കേട്ടോ. ഞാൻ ആ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വേണ്ടി എന്നുള്ളൊരു നിയത്തിലാണ് ഞാൻ ചെയ്യുന്നത് തന്നെ. എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വീഡിയോസ് എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഇഷ്ടമുള്ള എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്ന നിയത്തിൽ ചെയ്തതാണെങ്കിലും നിങ്ങളും കൂടി അതിൻ്റെ കൂടെ സന്തോഷത്തോടെ ചേർന്നപ്പോൾ അതങ്ങ് കംപ്ലീറ്റായി, 100-ൽ 100 മാറി. ശരിക്കും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇതിപ്പോൾ കുറച്ചധികം ദിവസത്തെ ക്ലിപ്സ് ചേർത്താണ് കേട്ടോ. ഒരു വീക്ക് ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയേണ്ടി വരും. ഒരു വീക്കിൻ്റെ ഫുള്ളില്ല, പക്ഷേ കുറച്ച് ദിവസത്തെ ഉണ്ട്. ഈ ഫസ്റ്റ് പാർട്ടിലൊക്കെ കൊടുത്തിരിക്കുന്നത് ഫ്രൈഡേൻ്റെ ക്ലിപ്പാണ്, ഒന്നും ഫുള്ളല്ല കേട്ടോ. ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത്, നിങ്ങളുടെ കൂടെ ഒരാൾ വേണം എന്ന് തോന്നുന്ന സമയത്ത് വെറുതെ ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങ് പ്ലേ ചെയ്തിടാം. ആഡൊന്നും ഇല്ലല്ലോ, നിങ്ങൾക്ക് കൈ കഴുകി സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് എന്തോരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ. മൈൻഡ്ഫുള്ളായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ശരിക്കും നമ്മുടെ നെർവസ് സിസ്റ്റം റീസെറ്റ് ചെയ്യാൻ മാത്രമുള്ള കാര്യങ്ങൾ നമ്മൾ ഡെയിലി ചെയ്യുന്നുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ കാണുന്നുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ടച്ച് ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്മെല്ല് നമ്മൾ ഓരോ ദിവസവും അറിയുന്നുണ്ട്. ഒക്കെയും നമ്മൾ മൈൻഡ്ഫുള്ളായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റം ശരിക്കും ഒന്ന് റീസെറ്റ് ആവും. നമ്മൾ എന്ത് ജോലിയും തിരക്ക് പിടിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്കിങ്ങനെ വീഡിയോ കാണുമ്പോൾ നല്ല രസമുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം എനിക്ക് 2 പേരുടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് അതിനെ ചെയ്യുന്ന കണ്ടപ്പോൾ അതൊക്കെ കുറച്ചുകൂടി പീസ്ഫുള്ളായിട്ട് മൈൻഡ്ഫുള്ളായിട്ട് അതേ കാര്യങ്ങൾ ചെയ്ത് നോക്കി എന്നൊക്കെ ഉള്ളത്. നമ്മൾ ചെയ്യുന്ന എന്ത് ജോലിയും ഒന്ന് മനസ്സറിഞ്ഞ് സ്ലോ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്ട്രെസ്സ് നന്നായിട്ട് കുറഞ്ഞു കിട്ടും. നമ്മുടെ മൈൻഡ്ഫുൾനെസ് ഗ്രൂപ്പിലൊക്കെ ചെയ്യിപ്പിക്കുന്ന കാര്യമാണ് ഡെയിലി ചെയ്യുന്ന ജോലികൾ. അത് പാത്രം കഴുകലാണെങ്കിലും, നമുക്ക് ഇത് സ്ത്രീകളുടെ ജോലി പുരുഷന്മാരുടെ ജോലി എന്ന രീതിയിലൊന്നുമല്ല പറയുന്നത്. നമുക്ക് ജീവിക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. ഡെയിലി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മുടെ പല്ല് തേക്കലാണെങ്കിലും, കുളിക്കലാണെങ്കിലും, ഭക്ഷണം ഉണ്ടാക്കലാണെങ്കിലും, എല്ലാം, പാത്രം കഴുകലാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ വർക്ക്, മറ്റുള്ള വർക്കാണെങ്കിലും, ആ ചെയ്യാനുള്ള ഓരോ കാര്യവും നമ്മൾ സ്ലോ ആയിട്ട്, അല്ലെങ്കിൽ മനസ്സ് അവിടെ കൊണ്ടുവന്ന് വെച്ച് ചെയ്യുകയാണെങ്കിൽ ശരിക്കും നമ്മൾ നല്ല സ്ട്രെസ് ഫ്രീ ആയിട്ട് മാറും. നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമുക്ക് സ്ട്രെസ്സ് ഉണ്ടാക്കുന്ന എല്ലാ കാര്യവും നമ്മുടെ ബ്ലെസ്സിങ്ങും കൂടിയായിരിക്കും. നമുക്ക് ടെൻഷൻ തരുന്ന എല്ലാ കാര്യവും നമുക്കുള്ള അനുഗ്രഹമായിരിക്കും. അനുഗ്രഹത്തിൽ നിന്നാണ് ഈ സ്ട്രെസ്സൊക്കെ വരുന്നത്. അത് ഈ ഭക്ഷണം ഉണ്ടാക്കലാണെങ്കിലും, ക്ലീനിങ് ആണെങ്കിലും, കുട്ടികളാണെങ്കിലും, അല്ലെങ്കിൽ അവരുടെ ഹോംവർക്ക് ആണെങ്കിലും, എല്ലാം അനുഗ്രഹത്തിൽ നിന്നാണ് ശരിക്കും നമുക്ക് സ്ട്രെസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ അനുഗ്രഹങ്ങളെ എങ്ങനെയാണ് സ്ട്രെസ് ഫ്രീ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുക ലൈഫിൻ്റെ ഭാഗമായിട്ട്? മൈൻഡ്ഫുള്ളായിട്ട് നല്ല ഇൻറ്റൻഷനോട് കൂടി നമ്മുടെ മുൻപിലുള്ള ഓരോ കാര്യവും ചെയ്യുകയാണെങ്കിൽ ഈ ബ്ലെസ്സിങ്സ് എന്താവില്ല, സ്ട്രെസ്സായിട്ട് മാറില്ല. ഇതൊക്കെ പറയുന്ന പോലെയല്ല, ഈസി അല്ല. എനിക്കാണെങ്കിലും മറന്നു പോകാറുണ്ട്, വിട്ടു പോകാറുണ്ട്, ടെൻഷൻ കൂടാറുണ്ട്. മറന്നു പോകുന്ന ആൾക്കാർക്ക് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ്സ് വരുന്നത് ഏത് ബ്ലെസ്സിങ്ങിൽ നിന്നാണ്, ഏത് അനുഗ്രഹത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ്സ് വരുന്നത്? നിങ്ങളുടെ ജോബാണോ? നിങ്ങൾ 9 to 5 ചെയ്യുന്ന ഒരു ജോലിയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തൊന്ന് എഴുതി ഒട്ടിക്കാം. എന്തുകൊണ്ട് അത് അനുഗ്രഹമാണെന്നോ, അല്ലെങ്കിൽ ഏതുപോലെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടതെന്നോ നിങ്ങൾക്ക് എഴുതി ഒട്ടിക്കാം. ആരും കാണാത്ത ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ എൻ്റെ ഏത് കോഫി ഫോട്ടോ ഞാൻ സ്റ്റാറ്റസിലിട്ടാലും, അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഒക്കെ കാണിച്ചപ്പോൾ വന്നൊരു ചോദ്യമാണ്, അതിന് ഷുഗർ യൂസ് ചെയ്യാറുണ്ടോ എന്നുള്ളത്. ഷുഗർ അതൊക്കെ ഒരു സീസൺ പോലെയാണ്. ചില സമയത്ത് ഷുഗർ യൂസ് ചെയ്യില്ല, ചില സമയത്ത് ഇപ്പോൾ ഇതിലൊക്കെ ഞാനിപ്പോൾ ഒരു 1/2 സ്പൂണിലും കുറവ് അത്രയാണ് യൂസ് ചെയ്യുന്നത്. ചെറിയ സ്പൂണിലാണ് ഞാനിപ്പോൾ ഷുഗർ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 1/2 സ്പൂണ് ഫുള്ളായിട്ടില്ല, അതിലും കുറവാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇപ്പോൾ തണുത്ത കോഫിയൊക്കെ ആകുമ്പോൾ കുറച്ചധികം ഷുഗറൊക്കെ ചിലപ്പോൾ വേണ്ടി വരും. സിറപ്പ് ഒക്കെ കുറച്ചധികം ആവശ്യമായിട്ട് വരും. ചൂടുള്ളതാകുമ്പോൾ അത്രയും ഷുഗർ വേണ്ടി വരാറില്ല. പിന്നെ എപ്പോഴും പേഴ്സണലിയും അതുപോലെ നമ്മുടെ യൂട്യൂബിൽ കമൻറ്റ് സെക്ഷനിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള മറുപടി കൂടി പറയാം. അതിനെങ്ങനെയാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളത്. അതിനെങ്ങനെയാണ് രാവിലെ എഴുന്നേക്കുന്നത്, അതിനെങ്ങനെയാണ് പ്രൊഡക്റ്റീവ് ആകുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. ആക്ച്വലി ഞാൻ പ്രൊഡക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ പ്രൊഡക്റ്റീവാണ്, അതേസമയം അല്ല. ഞാൻ ഡിസിപ്ലിൻഡ് ആണോ എന്ന് ചോദിച്ചാൽ ഡിസിപ്ലിൻഡ് ആണ്, അതേസമയം അല്ല. ഇപ്പോൾ യൂട്യൂബ് വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ ഏതൊരു വീഡിയോൻ്റെയും താഴെ കാണുന്നൊരു ചോദ്യമുണ്ട്, എവിടെയായിരുന്നു ഇത്രയും നാൾ? ആ ഒരു ചോദ്യം കണ്ടാൽ തന്നെ അറിയാം ഞാൻ അതിനു മുൻപ് കുറേ നാൾ വീഡിയോ ഇട്ടിട്ടുണ്ടാവില്ല എന്നുള്ളത്. അധിക വീഡിയോസിൻ്റെ താഴെയും ഈ ഒരു ചോദ്യം ഉണ്ടാവും. ഞാൻ ഒരിക്കലും കൺസിസ്റ്റൻ്റ് ആയിരുന്നില്ല, പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിരുന്നു വീണ് കഴിഞ്ഞാൽ എഴുന്നേൽക്കുന്ന കാര്യത്തിൽ. അതിൽ മാത്രമാണ് കൺസിസ്റ്റൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ലൈഫ് ഒരിക്കലും സ്ട്രെയിറ്റ് ആയിരുന്നില്ല. ഇന്നത് കഴിഞ്ഞാൽ ഇന്ന പോലെ പ്ലാൻ ചെയ്ത് ഇന്ന പോലെ ചെയ്യാം, ആ ലെവലിൽ പോകുന്നൊരു ലൈഫല്ല എൻ്റെത്. എൻ്റെ ലൈഫ് എപ്പോഴും ഞാൻ 2 ചാപ്റ്ററിൻ്റെ ഇടയിൽ നിന്ന് തോന്നുന്ന ടൈപ്പ് ലൈഫാണ്. എപ്പോഴും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, എന്നാൽ ആ പ്രശ്നത്തിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് ഞാൻ ചെയ്യുന്നുണ്ടാവും. ഒരുപാട് പഠിക്കുന്നുണ്ടാവും, വായിക്കുന്നുണ്ടാവും,
അടുത്ത ഘട്ടത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എപ്പോഴും ഉണ്ടാവും. ഇത് ഒരു സമയത്ത് ഞാൻ തന്നെ ചിന്തിച്ച് പോയിട്ടുണ്ട്, ഇങ്ങനെയാണോ ലൈഫ്? എപ്പോഴും ബിസി, എല്ലാ സമയത്തും ബിസി എന്ന് പറഞ്ഞാൽ എന്നാൽ എനിക്ക് ഫുൾ ടൈം ഓടിച്ചാടി നടന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു ലെവലും അല്ല. ഞാൻ അതിനിടയിൽ കുറേ ഡീപ്പായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ പോയിട്ടുണ്ടായിരുന്നു. ഈ ഡീപ്പായിട്ടുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പിലുള്ള ഇഷ്യൂസ് അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഡീപ്പായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ റമദാനിൻ്റെ സമയത്ത് സ്റ്റാറ്റസിൽ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ യൂട്യൂബിൽ ഷെയർ ചെയ്യുന്നില്ല. മേ ബി ഫ്യൂച്ചറിൽ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ആവാൻ വേണ്ടി ഷെയർ ചെയ്തേക്കും. അപ്പോൾ ഞാൻ എപ്പോഴും പഠനത്തിലാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ്. എപ്പോഴും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. തിരക്കിലെന്ന് പറഞ്ഞാൽ റെസ്റ്റ് ഇല്ലാതെ ഓടി നടക്കുക എന്നല്ല, റെസ്റ്റ് എടുക്കലും എനിക്ക് നിർബന്ധമായിരുന്നു. കാരണം റെസ്റ്റ് എടുത്തില്ലെങ്കിൽ പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അത്രയും തകർന്ന അവസ്ഥയും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡിസിപ്ലിൻഡ് ആയിട്ട് അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയിട്ടുള്ള ഒരേ ഒരു കാര്യം, എത്ര ഫെയിലായാലും വീണ്ടും തിരിച്ചു വരിക, ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. തിരിച്ചടി ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ചെയ്തതൊന്നും എവിടെയും കാണാതിരിക്കുമ്പോൾ ഞാൻ നിർത്തിപ്പോവാറില്ല. ഇപ്പോൾ യൂട്യൂബിൻ്റെ കാര്യത്തിലും ആദ്യമൊക്കെ ഞാൻ എന്നെ മറ്റുള്ള യൂട്യൂബേഴ്സുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ടായിരുന്നു. കാരണം എൻ്റെ ചുറ്റുമുള്ള എനിക്കറിയുന്ന കുറേ യൂട്യൂബേഴ്സ്, നേരിട്ട് പരിചയമുള്ള ആൾക്കാർ ഒക്കെയും കൃത്യമായിട്ട് യൂട്യൂബ് ചെയ്യുന്നുണ്ട്, വീഡിയോസ് ഇടുന്നുണ്ട്. പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. എന്നെക്കാളും ചെറിയ ബേബീസുള്ള ആൾക്കാർ പോലും കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഈ രീതിയിലൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ ഞാൻ ഈ രീതിയിൽ കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്, നമ്മളെല്ലാവരും ഡിഫറെൻറ്റ് ലൈഫാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരും ഒരേ ജീവിതമല്ല ജീവിക്കുന്നത്. നമ്മുടെ സ്ട്രഗിൾസും നമ്മുടെ സൗഭാഗ്യവും എല്ലാം ഡിഫറെൻ്റാണ്. അപ്പോൾ കമ്പയർ ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. ഈ വീഡിയോയിൽ ഇപ്പോൾ എത്ര രാവും പകലും കാണിച്ചു എന്നുള്ളത് ഞാൻ കൗണ്ട് ചെയ്തിട്ടില്ല. ഏതായാലും ഇത് മോർണിംഗിൽ മോനെ വിളിച്ചെഴുന്നേൽപ്പിച്ചതിന് ശേഷം ഞാൻ ഖുർആൻ പാരായണം ചെയ്യുന്നതും പിന്നെ ആ സമയത്ത് ആൾ റെഡി ആയിക്കോളും. ആളെ സ്കൂൾ ബസ് കയറ്റാൻ വേണ്ടി പുറത്ത് പോകുന്നതും ഒക്കെയാണ്. രാവിലെ നമ്മുടെ സംസാരിക്കാനുള്ള സമയമാണ്. ഈ സമയത്തൊന്നും ഹസ്ബൻഡ് ഇല്ല, അതുകൊണ്ടാണ് റൊട്ടീനിൽ വ്യത്യാസം കാണുന്നത്. കഴിഞ്ഞ വീഡിയോയിനേക്കാളും ഡിഫറെൻ്റ് ആണ് ഇന്നത്തെ റൊട്ടീൻ. കാരണം ഹസ്ബൻഡ് ഇവിടെ ഇല്ല. ഹസ്ബൻഡ് ഇടയ്ക്കിടയ്ക്ക് ദുബായിൽ പോകാനുണ്ടാവും. അപ്പോൾ അങ്ങനെ പോയതാണ്. ഞാനും മക്കളും മാത്രമേ ഇവിടെ ഉള്ളൂ. ഒമാനിൽ ഞാനും കുട്ടികളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും റൊട്ടീൻ. ഇന്ന് തന്നെ ഇപ്പോൾ മോർണിംഗിൽ മോനെ അയച്ചതിന് ശേഷം സാധാരണ ചെയ്യുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് ഞാൻ വിചാരിച്ചു ഒരു 11 മണിയായിട്ടുണ്ടാവുമെന്ന്. നോക്കുമ്പോൾ 8 മണിയായിട്ടുള്ളൂ. അതിൽ വേറൊരു മാജിക്കും കൂടി ഉണ്ട് കേട്ടോ, പ്രാർത്ഥന. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ പ്രാർത്ഥിച്ച കാര്യമാണ് ഇന്നത്തെ ദിവസം നല്ല നീളം ഉണ്ടാവണമെന്ന്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണേ, സമയം കുറേ ബാക്കി ഉണ്ടാവണേ എന്നൊക്കെ ഉള്ളത് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും എൻ്റെ സമയം അങ്ങോട്ട് പോകുന്നില്ല. ഇന്നിപ്പോൾ ഒരുപാട് മണിക്കൂറായതുപോലെയുണ്ട്. ഇപ്പോൾ ശരിക്കും എനിക്കൊരു വൈകുന്നേരം ആയതുപോലെയുണ്ട്. പക്ഷേ ഈ ഒരു വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആകെ 12:30 മണിയായിട്ടുള്ളൂ. അപ്പോൾ അത് പ്രാർത്ഥനയിൽ കിട്ടുന്നതാണ്. ഒട്ടും പ്രാർത്ഥിക്കൊന്നും ചെയ്യാതെ അല്ലെങ്കിൽ മൈൻഡ്ഫുൾ അല്ലാതെ ഉള്ള ദിവസങ്ങളിൽ നമ്മൾ 2 കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ വൈകുന്നേരം ആവുന്നതും കാണാൻ പറ്റും. മൈൻഡ്ഫുള്ളായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ദിവസത്തിന് നല്ല നീളം ഉണ്ടാവും. മൈൻഡ്ഫുള്ളായിട്ടൊന്നും മാത്രമല്ല കേട്ടോ, നന്നായിട്ട് ഒരു വിശ്വാസിയാണെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ദിവസത്തിന് നീളം കൂടുതലായിരിക്കും. പിന്നെ ഇപ്പോൾ ഇതിൽ കാണുന്നത് ജേണൽ. ഇതിലിപ്പോൾ കോപ്പിറൈറ്റ് കിട്ടുമോ അറിയില്ല. നമുക്ക് യൂട്യൂബിൽ ഒരുപാട് പഠിക്കാനുള്ള പൊമഡോറോ ടൈമറൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ഓൺ ചെയ്തിട്ടിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സ് ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എഴുതുന്നതിനിടയിൽ ചിലപ്പോൾ പ്രാർത്ഥനകളായിരിക്കും മനസ്സിൽ വരിക. അതാണ് ഇടയ്ക്കതിൽ കാണാൻ പറ്റും. ഇടയ്ക്ക് നമ്മുടെ ടിക് ടിക് കൗണ്ടർ ഉണ്ടല്ലോ, അത് വെച്ച് ഇടയ്ക്ക് ഓരോന്ന് ദുആ ചെയ്യും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് എത്ര പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിൻ്റെ കൗണ്ട് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അതൊരു മോട്ടിവേഷനാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറിൽ ഞാൻ കുറേ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഓരോ മൂഡിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ ദിവസത്തെ വൈബിനനുസരിച്ചിട്ട് ഇപ്പോൾ കുറച്ചായിട്ടിങ്ങനെ കൗണ്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ജേർണലിംഗ് എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ എഴുതൽ മാത്രമാണ് കേട്ടോ. ഇന്ന രീതി ഫോളോ ചെയ്യുക അങ്ങനെയൊന്നുമില്ല. മനസ്സിൽ എന്താണോ ചോദ്യം വരുന്നത് അതെഴുതും. അതല്ലെങ്കിൽ മനസ്സിൽ എന്താണോ ചിന്ത ഉള്ളത് അല്ലെങ്കിൽ എന്താണോ പ്രശ്നമുള്ളത് അതെഴുതും, അതിൻ്റെ സൊല്യൂഷൻ എഴുതും. ചിലപ്പോൾ ഞാൻ എൻ്റെ സ്റ്റോറി വെറുതെ ഇരുന്ന് എഴുതും. ചിലപ്പോൾ ഫുള്ളായിട്ട് എഴുതുന്നത് പ്രാർത്ഥനകളായിരിക്കും. അന്നത്തെ ദിവസം ഓർമ്മയിൽ ഉണ്ടായിരിക്കേണ്ട, അള്ളാഹിനോട് ചോദിക്കേണ്ട കാര്യങ്ങളായിരിക്കും എഴുതി വെക്കുന്നുണ്ടാവുക. ജേർണൽ എഴുതുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ വരുന്ന ആൾക്കാർക്ക് കുറച്ച് ചോദ്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് തന്നെ എല്ലാ ദിവസവും എഴുതാട്ടോ. നല്ലതാണ് എല്ലാ ദിവസവും എഴുതുന്നത്. അതിലൊന്ന് നിങ്ങളുടെ പ്രയോറിറ്റി, 3 പ്രയോറിറ്റി ടാസ്ക് ഏതൊക്കെയാണ് എന്നുള്ളത് ഡെയിലി ഒന്ന് എഴുതി നോക്കാം. എല്ലാ ദിവസവും പ്രയോറിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. എല്ലാ ദിവസവും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒന്നായിരിക്കില്ല. ചിലത് ഇമ്പോർട്ടൻ്റ് ആയത് എന്നും ചെയ്തു പോകേണ്ടതുണ്ടാവും.
അല്ലെങ്കിൽ നമുക്ക് സമാധാനം കെടുത്തുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. ആ സമാധാനം കെടുത്തുന്ന കാര്യങ്ങൾ ആദ്യം ചെയ്യലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പ്രയോറിറ്റി ടാസ്ക് എന്തൊക്കെയാണ് എന്നുള്ളത് എഴുതാം. എന്തുകൊണ്ടത് ചെയ്യണം എന്നുള്ളത് എഴുതാം. ഇനി എന്തുകൊണ്ട് ചെയ്യണം എന്നറിഞ്ഞാലും അത് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി എഴുതി നോക്കാം. പിന്നെ നിങ്ങളൊരു ദൈവവിശ്വാസിയാണെങ്കിൽ ഇന്ന് നിങ്ങൾ ദൈവത്തോട് കണക്റ്റ് ആയോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്ന് എഴുതി നോക്കാം. കണക്റ്റ് ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്താലാണ് ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുക? എനിക്ക് കുറേ നേരം ഇരുന്ന് ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്താണ് ഒരു വല്ലാത്തൊരു സന്തോഷത്തോട് കൂടിയിട്ടുള്ള എന്തോ ഒരു ഫീല് വരുന്നത്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവമായിട്ട് ക്രിയേറ്ററുമായിട്ട് കണക്റ്റ് ആവാൻ വേണ്ടി എന്താണ് ചെയ്യാൻ കഴിയുന്നത് അതിനെക്കുറിച്ചിട്ട് എഴുതാം. നമ്മൾ മൊബൈലൊക്കെ മാറ്റി വെച്ചിട്ട് സ്ലോ ആയി ആലോചിച്ച് എഴുതുമ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, നമുക്ക് ആ ഒരു ഡോപ്പമിൻ കിട്ടും. ഇന്നത്തെ ഗോൾ എന്താണ് എന്നുള്ളത് എഴുതാം. അതുപോലെ നമ്മുടെ എനർജി ഡ്രെയിനാക്കുന്നത്, ഡെയിലി എനർജി ഡ്രെയിനാക്കുന്നത് എന്തൊക്കെ കാര്യമാണ് എന്നുള്ളതും എനർജി കൂട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും എഴുതാം. ഫിസിക്കലിയും മെൻ്റലിയും എഴുതാം കേട്ടോ. ഫിസിക്കലി എനർജി കൂട്ടുന്നൊരു കാര്യമായിരിക്കും നമ്മൾ കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്യുന്നതിനിടയിൽ ഒരു ഗ്ലാസ് നല്ല നാരങ്ങ വെള്ളം കുടിക്കുന്നത്. നമുക്കൊരു എനർജി കിട്ടും അല്ലേ. ഇനി മെൻ്റലി എനർജി കൂട്ടുന്നൊരു കാര്യം എന്തായിരിക്കും? നമ്മൾ പ്രാർത്ഥിക്കുന്നതോ അതല്ലെങ്കിൽ സന്തോഷമുള്ള കാര്യങ്ങൾ ഓർക്കുന്നതോ ഒക്കെ നമ്മുടെ എനർജി കൂട്ടും. മെൻ്റലി എനർജി ഡ്രെയിൻ ആക്കുന്ന കാര്യം എന്തായിരിക്കും? നെഗറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക്, സ്വന്തത്തോട് നെഗറ്റീവായിട്ട് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കുന്നതോ ഒക്കെ നമ്മളെ മെൻ്റലി ഡ്രെയിൻ ആക്കും. ഫിസിക്കലി ഡ്രെയിൻ ആക്കുന്ന കാര്യം എന്തായിരിക്കും? കൃത്യമായിട്ട് ഉറങ്ങാത്തത്, അതല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാതെ ജോലി ചെയ്യുന്നത്, ഇതൊക്കെ ഫിസിക്കലി ഡ്രെയിൻ ആക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ രാവിലെ തന്നെ നമ്മൾ ആലോചിച്ച് എഴുതുമ്പോൾ നമ്മൾ കുറച്ചുകൂടി മൈൻഡ്ഫുൾ ആയിരിക്കും. നമ്മുടെ ഓരോ ആക്ഷനും മൈൻഡ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും. നമുക്ക് എനർജി നഷ്ടപ്പെടാതെയും അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങൾ കൊടുത്തുകൊണ്ടും അന്നത്തെ ദിവസം പൂർത്തിയാക്കാനായിട്ട് കഴിയും. ഇനി സാധാരണയായിട്ട് വരുന്ന മറ്റൊരു ചോദ്യം കൂടി ആൻസർ ചെയ്യാം. അതായത് എങ്ങനെയാണ് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റുക എന്നുള്ളത്. ഒന്ന്, നമ്മളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മളെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് പോസിറ്റീവായിട്ടിരിക്കാൻ അല്ലെങ്കിൽ സന്തോഷത്തിലിരിക്കാനൊന്നും പറ്റില്ല. രണ്ട്, മറ്റുള്ളവരെ കുറിച്ചിട്ട് അവരുടെ പുറകിൽ നിന്ന് സംസാരിക്കുന്നത് ഒഴിവാക്കുക. ആരെക്കുറിച്ചാണെങ്കിലും പുറകിൽ സംസാരിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. ഒരാളോട് നേരിട്ട് സംസാരിക്കുന്നതല്ലാതെ അവരെക്കുറിച്ച് മറ്റൊരാളോടും സംസാരിക്കാതെ നമ്മൾ ഒന്ന് സൈലൻ്റ് ആവുകയാണെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് അവിടെ ബൂസ്റ്റ് ആവും. നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവ് ആകും, നമ്മുടെ കോൺഫിഡൻസ് കുറയും. നമുക്കറിയാം, നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് അവരുടെ പുറകിൽ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരും അതുപോലെ നമ്മളെക്കുറിച്ച് പറയുന്നുണ്ടാവും എന്നുള്ളത്. ആ ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും നമ്മളായിട്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മറ്റുള്ളവരെക്കുറിച്ചുള്ള സംസാരം പരമാവധി ഒഴിവാക്കുക. ഇത് നമ്മൾ ഒരുപാട് പോസിറ്റീവാക്കും. നമുക്ക് ആ ഒരു തോട്ടേ പിന്നെ വരില്ല. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് സംസാരിക്കും എന്നുള്ള ചിന്ത പിന്നെ നമുക്ക് വരില്ല. പിന്നെ അടുത്തത്, മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കുക. അതായത് യെസ് പറയേണ്ടടുത്ത് യെസ് പറയുക, നോ പറയേണ്ടടുത്ത് നോ പറയുക. പിന്നെ എല്ലാറ്റിനെ കുറിച്ചിട്ട് ഒരുപാട് ചിന്തകൾ വരാം. പക്ഷേ അങ്ങനെ ചിന്തിക്കാനായിട്ട് നമ്മളെ വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവായിട്ടിരിക്കാനേ കഴിയില്ല. പിന്നെ എന്ത് കാര്യത്തിനും മറ്റുള്ളവരുടെ വാലിഡേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അവർ യെസ് പറഞ്ഞാൽ, അവർ ഓക്കെ പറഞ്ഞാൽ, അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ നല്ല നോട്ടം കിട്ടിയാൽ മാത്രം കാര്യം ചെയ്യാം എന്ന രീതിയിലൊക്കെ നിൽക്കുമ്പോൾ നമുക്കൊരിക്കലും സന്തോഷത്തിലിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടിരിക്കാനൊന്നും കഴിയില്ല. പിന്നെ സ്വന്തത്തോട് നെഗറ്റീവായിട്ട് സംസാരിക്കുന്നത്. നമ്മളോട് എപ്പോഴും നെഗറ്റീവായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരു പോസിറ്റീവായിട്ടുള്ള ലൈഫ് ഉണ്ടാവുക? എപ്പോഴും അത് ചെയ്തത് തെറ്റി, ഇത് പറഞ്ഞത് തെറ്റി, അല്ലെങ്കിൽ പാസ്റ്റിൽ ചെയ്തതൊക്കെ മോശം, ഈ രീതിയിലൊക്കെ നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരുന്ന, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്കുള്ള കാര്യത്തിൽ ക്ലാരിറ്റി ഇല്ല, അതില്ല ഇതില്ല, എല്ലാം ഇല്ല, അല്ലെങ്കിൽ കഴിഞ്ഞില്ല എന്നൊക്കെ മാത്രം നെഗറ്റീവായിട്ട് മാത്രം സംസാരിച്ചാൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ ലൈഫ് പോസിറ്റീവായിട്ട് മാറുക? അതുകൊണ്ട് നെഗറ്റീവ് സെൽഫ് ടോക്ക് പൂർണ്ണമായും ഒഴിവാക്കുക. എങ്ങനെയാണ് ഒഴിവാക്കാമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നെഗറ്റീവായിട്ട് സംസാരിക്കുമോ? ഇല്ലല്ലോ. പരമാവധി പോസിറ്റീവായിട്ടല്ലേ സംസാരിക്കുള്ളൂ. സ്വന്തത്തോടൊരു സുഹൃത്തിനോട് എന്ന പോലെ സംസാരിക്കാനായിട്ട് നോക്കുക. തെറ്റ് കണ്ടാൽ തിരുത്തണ്ടെന്നല്ല പറയുന്നത്, തെറ്റ് കണ്ടാൽ തിരുത്തുക, ഒരുപാട് കുറ്റപ്പെടുത്താതിരിക്കുക. മറ്റൊന്ന്, നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുമായിട്ടാണ് കൂടുതൽ അടുപ്പമെങ്കിൽ നമുക്കൊരിക്കലും പോസിറ്റീവായിട്ടിരിക്കാനായി കഴിയില്ല. കൂടെയുള്ള ആൾക്കാർ, ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ചെലവഴിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുമായിട്ടാണെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ടിരിക്കാൻ കഴിയില്ല. ചുറ്റും നെഗറ്റീവായിട്ടുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുമായിട്ട്, ഈവൻ ഓൺലൈനായിട്ടെങ്കിലും പോസിറ്റീവായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയിൽ അംഗമാണെങ്കിൽ നമുക്ക് നമ്മുടെ സെൽഫിനെ പോസിറ്റീവായിട്ടുള്ളൊരവസ്ഥയിലേക്ക് എത്തിക്കാനായിട്ട് കഴിയും.
മറ്റൊന്നെല്ലാറ്റിനും സൊല്യൂഷൻ മാത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് കഴിയും. എന്തും കേൾക്കുന്ന സമയത്ത് പക്ഷേ എനിക്കിതില്ലല്ലോ, പക്ഷേ എനിക്ക് ഇങ്ങനെ പറ്റില്ലല്ലോ, ഇങ്ങനെ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് സെൽഫ് ടോക്കാണ്. അതിന് പകരം പോസിറ്റീവായിട്ട് മനഃപൂർവ്വം സൊല്യൂഷൻ പാർട്ടിലേക്ക് മാത്രം നോക്കുകയാണെങ്കിൽ ലൈഫ് ബെറ്ററായിട്ട് വരുന്നത് കാണാനായിട്ട് കഴിയും. ഇതൊന്നും സ്വയം ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാം. നമ്മൾ മെൻ്റൽ ഹൈജീൻ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. എല്ലാ നെഗറ്റിവിറ്റിയും ലൈഫിൽ നിന്ന് ഒഴിവാക്കാനുള്ള മെൻ്റൽ ഹൈജീൻ. ആ പേര് കേട്ടാൽ തന്നെ അറിയാമല്ലോ. നമ്മൾ ഫിസിക്കൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ ശുദ്ധിയാക്കി കൊണ്ടുനടക്കുക എന്നുള്ളതാണല്ലോ. അതുപോലെ മനസ്സ് ശുദ്ധിയാക്കാനുള്ള ഒരു ഗ്രൂപ്പ് കോച്ചിങ് വരാനിരിക്കുന്നുണ്ട്. അടുത്ത ആഴ്ചയായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽസ് ഇനിയും പുറത്തേക്ക് വിട്ടിട്ടില്ല. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. ഇനി നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ഉൾപ്പെടുത്തണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, റിയൽ ടൈം ജേർണലിംഗ് അല്ലെങ്കിൽ പ്ലാനിംഗ് പോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് ചെയ്യാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിയിക്കുക കേട്ടോ. എന്തെങ്കിലും വീഡിയോ സജഷൻ ഉണ്ടെങ്കിൽ പറയുക. കഴിയുന്നതാണെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ജേർണലിംഗ് ഒക്കെ ഞാൻ ഡെയിലി ചെയ്യുന്നുണ്ട്. ആ സമയത്ത് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എനിക്ക് നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ ബൈ.